പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സെഗ്മെൻ്റ് ആകുന്നു. നിങ്ങളുടെ നാളെ ഒക്ടോബർ 7-ാം തീയതി, അതായത് 1200 കന്നിമാസം 21-ാം തീയതി സോമവാരം അഥവാ തിങ്കളാഴ്ചയാകുന്നു. തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:17-നും അസ്തമയം വൈകിട്ട് 6:08-നുമാകുന്നു. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നിങ്ങൾക്ക് രാഹുകാലം 7:47 മുതൽ 9:17 വരെയുള്ള സമയമായി കണക്കാക്കാവുന്നതാണ്. നാളത്തെ തിഥി ദുർബലമായ ചതുർത്ഥി തിഥിയാകുന്നു 10:45 വരെ. 10:45 കഴിഞ്ഞാൽ വെളുത്തപക്ഷത്തിലെ ശക്തമായ പഞ്ചമി തിഥിയാകുന്നു. നാളത്തെ നക്ഷത്രവും അതിശക്തമായ അനിഴം നക്ഷത്രമാകുന്നു. ലോകത്തിലെ പ്രഗത്ഭരെ സൃഷ്ടിച്ച, അത് നരേന്ദ്രമോദി ആയാലും അബ്ദുൾ കലാം ആയാലും പ്രതിഭകളെ ഒക്കെ തന്നെ സൃഷ്ടിച്ച അനിഴം നക്ഷത്രമാകുന്നു നാളെ. അതിനാൽ നാളെ നിങ്ങൾക്ക് ധാരാളം ശുഭമുഹൂർത്ത സമയങ്ങൾ ഡോക്ടർ മാരാജി തരുന്നതാണ്. നാളെ 10:45 മുതൽ 11:15 വരെയുള്ള അരമണിക്കൂർ സമയം, 30 മിനിറ്റുകൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയുള്ള സമയവും നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥന അനിഴം, പൂയം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം ശനീശ്വരനാകുന്നു. അതിനാൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്നതാണ്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം അല്ലെങ്കിൽ അയ്യപ്പന് നെയ്വിളക്ക്, പാനകം ഇതൊക്കെ തന്നെ ശനീശ്വരൻ നിങ്ങൾക്ക് സമർപ്പിക്കാം. ശനീശ്വരൻ്റെ മറ്റൊരു ദേവതയാകുന്നു ഹനുമാൻ. അതിനാൽ അവൽ നിവേദ്യം അല്ലെങ്കിൽ ഗദ ഒപ്പിക്കൽ തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്നതും നാളത്തെ ദിനം വളരെ അനുകൂലമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല തിങ്കളാഴ്ച, അനിഴം നക്ഷത്രക്കാർക്കും ഒരു ശോഭനമായ നാളെ കാക്ഷിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.